Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ എക്കോണമി. വാട്ട് ഈസ് പൊളിറ്റിക്കൽ എക്കോണമി? എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി? അതിൻ്റെ കോമ്പോണൻസ് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി? നമുക്കറിയാം ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. പൊളിറ്റിക്സും എക്കണോമിക്സും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ തന്നെയാണ് ശരിക്കും. അതേപോലെ തന്നെ അത് എങ്ങനെ എക്കോണമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, എക്കോണമിയിൽ സൊസൈറ്റിയെയും ഇൻഡിവിജ്വൽസിനെയും അത് എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെ തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സോഷ്യൽ സയൻസ് ആണ് ശരിക്കും പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ്. പൊളിറ്റിക്സും ഇക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയാണ് കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്, അല്ലേ? സോ ആൻഡ് ഹൗ ദേ ഇമ്പാക്ട് സൊസൈറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ എക്കണോമിക്സും പൊളിറ്റിക്സും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് സൊസൈറ്റിയെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ആൻഡ് ഹൗ ദേ ഇമ്പാക്ട് സൊസൈറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്, അല്ലേ? ഈ പൊളിറ്റിക്സും എക്കണോമിക്സും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു, സൊസൈറ്റിയെയും വ്യക്തികളെയും എങ്ങനെ ബാധിക്കുന്നു, അതിനെക്കുറിച്ച് കൂടിയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുക, അല്ലേ? അപ്പം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻറ്ററാക്ട്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെ പൊളിറ്റിക്സും അതേപോലെ തന്നെ എക്കണോമിക്സും ഇൻറ്ററാക്ട് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ എക്കോണമി, അല്ലേ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻറ്ററാക്ട്. അതേപോലെ തന്നെ ഒരു നാഷനിൽ ഗവൺമെൻറ് ഉണ്ടാവും, അല്ലേ? ഗവൺമെൻറ് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഇറ്റ്സ് പീപ്പിൾ ആൻഡ് മാർക്കറ്റ്സ്, അല്ലേ? ഒരു രാജ്യത്തിലെ എന്താ പറയുക ഗവൺമെൻറ് എങ്ങനെയാണ് അവിടുത്തെ പൊതുജനങ്ങളെയും അതേപോലെ തന്നെ മാർക്കറ്റിനെയും മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൂടിയുള്ള പഠനം എന്തിനകത്തുണ്ട്? പൊളിറ്റിക്കൽ എക്കണോമിക്സിനകത്ത് ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻറ്ററാക്ട് ആൻഡ് ഹൗ എ നേഷൻസ് ഗവൺമെൻറ് മാനേജസ് ഇറ്റ്സ് പീപ്പിൾ ആൻഡ് മാർക്കറ്റ്, അല്ലേ? ഒരു രാജ്യത്തിലെ ഗവൺമെൻറ് എങ്ങനെ അവിടുത്തെ എന്താ പറയുക ജനങ്ങളെയും മാർക്കറ്റിനെയും മാനേജ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കൂടിയുള്ള പഠനം ഇതിനകത്തുണ്ട്, പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഉണ്ട്. ഓക്കെ, സോ പൊളിറ്റിക്കൽ എക്കോണമി ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോ ഓഫ് ദ ഗവൺമെൻറ്, വിത്ത് ദ ലോ ആൻഡ് ദ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സയൻസ് ആണ് ദാറ്റ് സ്റ്റഡീസ് എന്താണ് പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോ ആൻഡ് ദ ഗവൺമെൻറ്, അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ, ട്രേഡ്, അതേപോലെ തന്നെ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയമവുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷനും അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷനും ട്രേഡും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്, അല്ലേ? പൊളിറ്റിക്സ് എല്ലാം. അപ്പോൾ എക്കണോമിക്സും പൊളിറ്റിക്സും ഉണ്ടെന്ന് പറയുക, അല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലേ? അപ്പം സോഷ്യൽ സയൻസ് ആണ് ഈ സ്റ്റഡീസ് production, trade and their relationship with the law and the government. Okay, so it is the study of how economic theories affect different socio-economic systems, അല്ലേ? എങ്ങനെയാണ് എക്കണോമിക് തിയറീസ് ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിനെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെ? അങ്ങനെയും പറയാം നമുക്ക്, അല്ലെ? എങ്ങനെയാണ് എക്കണോമിക് തിയറീസ് എങ്ങനെ ബാധിക്കുന്നു എന്തിനെ ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിനെ, അല്ലെ? ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിനെയൊക്കെ ഈ എക്കണോമിക് തിയറീസ് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് നമ്മുടെ സോഷ്യലിസം, കമ്മ്യൂണിസം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിനെ നമ്മുടെ എക്കണോമിക് തിയറീസ് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടിയുള്ള പഠനമാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. സോ ഹൗ പൊളിറ്റിക്സ് ആൻഡ് ദ എക്കോണമി അഫക്റ്റ് ഈച്ച് അതർ. എങ്ങനെ പൊളിറ്റിക്സും എക്കോണമിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നു, അല്ലേ? ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കോണമി അഫക്റ്റ് ഈച്ച് അതർ, അല്ലേ? അങ്ങനെയും പറയാമല്ലോ നമുക്ക്. എങ്ങനെ പൊളിറ്റിക്സും എക്കണോമിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നു, അതായത് പൊളിറ്റിക്സിലുള്ള ഓരോ പുതിയ പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്കണോമിക്സിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയ എക്കണോമിക് പോളിസീസ് വരുന്ന സമയത്ത് അത് പൊളിറ്റിക്സിനെ എങ്ങനെ ബാധിക്കുന്നു. ടോട്ടലി ഇത് രണ്ടും കൂടെ ജനങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, സൊസൈറ്റിക്കും ഇൻഡിവിജ്വൽസിനും എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്
അല്ലേ? ഇതാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ പൊളിറ്റിക്സിൽ എന്തെങ്കിലും പോളിസീസും റൂൾസും റെഗുലേഷൻസും വരുന്ന സമയത്ത് അത് എക്കോണമിയെ അല്ലെങ്കിൽ എക്കണോമിക്സിനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ എക്കണോമിക് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊളിറ്റിക്സിനെ എങ്ങനെ ബാധിക്കുന്നു, ഇത് രണ്ടിൻ്റെയും റിലേഷൻ ഉണ്ടല്ലോ, ഒരു റിലേഷൻ, അത് രണ്ടും കൂടെ ഉള്ള ആഫ്റ്റർ എഫക്റ്റ് ജനങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയെയും എങ്ങനെ ബാധിക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള പഠനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്, അല്ലേ? So it examines the relationship between economic forces such as demand and supply and the political environment both nationally and globally. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എക്കണോമിക് എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് നാഷണലി ആൻഡ് ഗ്ലോബലി, അല്ലേ? ആഗോളതലത്തിലും നമ്മുടെ രാജ്യത്തിലും എല്ലാം പൊളിറ്റിക്കൽ അല്ലേ രാഷ്ട്രീയപരമായിട്ടുള്ള ചുറ്റുപാട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ എല്ലാം റിലേഷൻഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് എക്സാമിൻ ചെയ്യണത്, എന്തിനകത്തുള്ളത്, പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഉള്ളത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് ഫോഴ്സസ് സച്ച് ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആൻഡ് ദ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ബോത്ത് നാഷണലി ആൻഡ് ഗ്ലോബലി. സോ ഇനി പൊളിറ്റിക്കൽ എക്കോണമിയുമായി റിലേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടും. ഓക്കെ, അപ്പം നമുക്കറിയാം, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ് ഇൻ്ററാക്ട് ആൻഡ് ദ എലമെൻറ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻ്ററാക്ട്, എങ്ങനെയാണ് പൊളിറ്റിക്സും എക്കണോമിക്സും ഇൻ്ററാക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പൊളിറ്റിക്കൽ എക്കോണമി, ശരിയല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഹൗ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻ്ററാക്ട്, എങ്ങനെ പൊളിറ്റിക്സും എക്കണോമിക്സും ഇൻ്ററാക്ട് ചെയ്യുന്നു, അല്ലേ? പരസ്പരം എങ്ങനെയാണ് ഈ പൊളിറ്റിക്സിന് എക്കണോമിക്സിലുള്ള സ്വാധീനം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണ്, ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതിന് കുറച്ച് കോമ്പോണൻസ് ഉണ്ട്, കോമ്പോണൻസ് ഓർ എലമെൻറ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ എന്തൊക്കെ എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആണെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ബേസ് കിട്ടും, അല്ലേ? ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, പ്രൊഡക്ഷൻ, പ്രോപ്പർട്ടി ഓണർഷിപ്പ്, പ്രോഫിറ്റ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഗവൺമെൻറ് ഇൻട്രാക്ഷൻ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ പൊളിറ്റിക്കൽ എക്കോണമി. ഏതാണ്? ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സൊസൈറ്റിയിൽ നമ്മൾ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ അത്. രണ്ട്, പ്രൊഡക്ഷൻ, നമുക്കറിയാം ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, അല്ലേ? എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, അതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടി ഓണർഷിപ്പ്. എന്താണ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്, അല്ലേ? അത് ഹൂ ഓൺസ് പ്രോപ്പർട്ടി ആൻഡ് അതർ റിസോഴ്സസ്, അല്ലേ? ആരുടെ കയ്യിലേക്കാണോ പ്രോപ്പർട്ടിയും റിസോഴ്സസും ഉള്ളത്, അത്. പിന്നെ പ്രോഫിറ്റ്, ഹൂ പ്രോഫിറ്റ്സ് ഫ്രം പ്രൊഡക്ഷനിൽ നിന്ന് ആർക്കാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് ഇൻറ്ററാക്ഷൻ, ഹൗ ഗവൺമെൻറ് ഇൻറ്ററാക്ഷൻ ആൻഡ് പബ്ലിക് പോളിസി ഇമ്പാക്ട് സൊസൈറ്റി. ഗവൺമെൻറ്റിൻ്റെ ഇൻറ്ററാക്ഷനും പബ്ലിക് പോളിസിയും സൊസൈറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗവൺമെൻറ് ഇൻറ്ററാക്ഷനും ഹൗ ഗവൺമെൻറ് ഇൻറ്ററാക്ഷൻ ആൻഡ് പബ്ലിക് പോളിസി ഇമ്പാക്ട് സൊസൈറ്റി, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇൻറ്ററാക്ഷനും പബ്ലിക് പോളിസിയും എങ്ങനെ സൊസൈറ്റിയെ ബാധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലേ? പിന്നെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് നമുക്ക് ആഡ് ചെയ്യാം, അത് ഓൾറെഡി ഇതിനകത്തുണ്ട്, അല്ലേ? പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ നാഷണൽ ലെവലിലും ഗ്ലോബൽ ലെവലിലുമുള്ള പൊളിറ്റിക്കൽ ആസ്പെക്ട്സും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, ശരിയല്ലേ? ഇത്രയും ചേർന്നാൽ അത് എന്തായി, പൊളിറ്റിക്കൽ എക്കോണമി ആയി, ശരിയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി, എങ്ങനെ ഈ എക്കണോമിക്സും പൊളിറ്റിക്സും കൂടെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള പഠനമാണ്, ഒരു സോഷ്യൽ സയൻസ് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. അതെങ്ങനെ ഈ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ്, എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ റിലേഷൻഷിപ്പ് എക്കോണമിയെയും സൊസൈറ്റിയെയും എങ്ങനെ, അല്ലെങ്കിൽ സൊസൈറ്റിയെയും ഇൻഡിവിജ്വൽസിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം തന്നെയാണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും എന്താണ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.